സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മറ്റന്നാൾ പുനരാരംഭിക്കും. നടപടികൾ ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്ന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് തീരുമാനം. 3 ഘട്ടങ്ങളിലായി ഒക്ടോബർ 8ഓടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് പൊതുവിതരണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ സോളമൻ, അന്ത്യശാസനം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അരി തരില്ല എന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 20-നാണ് ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം സംസ്ഥാന സർക്കാർ ആരംഭിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരുന്ന 1.5 മാസത്തിനകത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടുന്ന അരി നൽകില്ല എന്നടക്കമുള്ള രൂക്ഷമായിട്ടുള്ള ഒരു താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. വരുന്ന 18-ാം തീയതി, അതായത് ബുധനാഴ്ച തൊട്ട് തന്നെ സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ മസ്റ്ററിംഗ് നടത്താനുള്ള തീരുമാനം ഭക്ഷ്യവകുപ്പ് എടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ 18 തൊട്ട് 24 വരെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയായിരിക്കും ഈ വിഭാഗത്തിൽ പരിഗണിക്കുക. തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഒരു ട്രയൽ റൺ എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഫെബ്രുവരി 20-ന് മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ റേഷൻ കടകളിലായിരുന്നു ഈ മസ്റ്ററിംഗ് പോസ്റ്റ് മെഷീൻ വഴി തന്നെയായിരുന്നു ഈ അരി വിതരണം നടത്തിയിരുന്നത്. ഇത്തരത്തിൽ അരി വിതരണം, ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുകയും ഈ മസ്റ്ററിംഗ് നടത്തുകയും ചെയ്യുന്നതിലൂടെ സെർവർ തകരാറിലേക്ക് കടക്കുന്നൊരു അനുഭവമുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സെർവർ തകരാറിലേക്ക് കടക്കാത്ത രീതിയിൽ സെർവറിനെ വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് കടന്നിരിക്കുന്നത്. അതായത് ഈ ഓണം അവധി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും ഈ മാസത്തെ അരി, ഏകദേശം സെപ്റ്റംബർ മാസത്തുള്ള അരി പകുതിയോളം പേർ സംസ്ഥാനത്ത് വാങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് ഭക്ഷ്യവകുപ്പിന് മുന്നിലുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ഒരു ട്രയൽ റണ്ണിൻ്റെ ഭാഗമാകുന്നു. വരുന്ന 18 തൊട്ട് 24 വരെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് എന്തായാലും മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയും. ഈ മുൻഗണനയിലുള്ള മഞ്ഞ, പിങ്ക് കാർഡിലുള്ള 1,53,000 ആളുകൾ സംസ്ഥാനത്തുണ്ട്. ഇതിൽ 45 ലക്ഷം ആളുകൾ ഇതിനോടകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള ആളുകളായിരിക്കും വരുന്ന ദിവസങ്ങളിൽ മസ്റ്ററിംഗിലേക്ക് കടക്കുക. ബാക്കിയുള്ള 25 തൊട്ട് വരുന്ന ഒക്ടോബർ 1 വരെ കൊല്ലം ജില്ല മുതൽ തൃശ്ശൂർ വരെയുള്ളവരും, 3-ാം ഘട്ടത്തിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ളവരായിരിക്കും. അതായത് ഒക്ടോബർ 8-ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 31-ആണ്. അതെന്തായാലും ഒരു വലിയൊരു ചലഞ്ചായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഒക്ടോബർ 10-നകം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കും എന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തിലാണ് സുജയ ഭക്ഷ്യവകുപ്പ്.